നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി. അസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. 1202 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. വിശാഖ നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ്. കാരണം വിശാഖത്തിന് 2 രാശിക്കൂറുണ്ട്. തുലാക്കൂറ് 3/4 ഭാഗവും അവസാന ഭാഗം വൃശ്ചിക കൂറുമാണ്. നമ്മൾ 2 കൂറുകാർക്കും ഈ കൊല്ലവും അടുത്ത കൊല്ലവും ഒക്കെ നേട്ടങ്ങൾ കിട്ടും. കാരണം തുലാക്കൂറുകാർക്ക് വേഗം 10-ലും 11-ലും വരും ഈ 2 വർഷം. അപ്പൊ ഈ 10-ൽ നിൽക്കുമ്പോൾ എന്താണ്, ജോലി കിട്ടുമെന്നാണ്. ഒരു പ്രവൃത്തി ഇല്ലാത്തവർക്കും ജോലിയും പൈസയും അധികാരവും അംഗീകാരവും അപകീർത്തി കിട്ടും. എനിക്ക് ജോലി കിട്ടൂ എന്ന് ചോദിക്കുന്നവർക്ക് ജോലി കിട്ടാൻ അവസരമുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രായം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ കൂടുതൽ പഠിച്ച് ജീവിതം നശിപ്പിക്കേണ്ട. പഠിക്കുന്നത് ജീവിതം നശിപ്പിക്കുന്നതെന്ന് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പോഴേ ജോലി കിട്ടാൻ യോഗമുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടാൻ യോഗം. അപ്പോൾ എല്ലാ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ, റിക്രൂട്ട്മെൻറ്റുകൾ ഇതിനൊക്കെ പോകുമ്പോൾ ജോലി കിട്ടിയാൽ പിന്നെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോകണമെങ്കിൽ നമുക്ക് പഠിക്കാം, കല്യാണം കഴിക്കാം, മക്കളൊക്കെ ആവാം ഒക്കെയാണ്. നമ്മളെ മക്കൾക്ക് ഇപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പഠിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ 10-35 വയസ്സാവും. ഇത്രയും കാലം പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന് മുമ്പ് ഇങ്ങനെ ടെസ്റ്റുകൾ എഴുതി ഭാഗ്യം കൊണ്ട് ചിലവർക്ക് ജോലി കിട്ടും, അവരുടെ ജീവിതം സുരക്ഷിത. ചിലവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ മാപ്പിളയില്ല, മക്കളും ഇല്ല, പെണ്ടാട്ടി ഇല്ലാതെ നശിച്ചു പോണ ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റണം. അപ്പൊ ജ്യോത്സ്യന്മാരാണ് കല്യാണം മുടങ്ങണല്ല, പിള്ളേരെ അച്ഛനമ്മമാരുമാണ് ഇതിന് ഉത്തരവാദികളും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഉള്ള വിദ്യാഭ്യാസ യോഗ്യത വച്ചുകൊണ്ട് ജോലിക്ക് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജോലി കിട്ടും. ജോലി മാത്രമല്ല, വേഴൻ 10 നിൽക്കുമ്പോൾ സമ്പത്ത്, സന്തതി, ഐശ്വര്യം, പുരോഗതിയൊക്കെ കിട്ടും, സമ്പത്ത് കിട്ടും. സ്വന്തമായിട്ട് തന്നെ നമ്മൾ പൈസ അങ്ങോട്ട് മുതൽ മുടക്കിക്കൊണ്ട് പഠിച്ച് ജീവിതം കളയണേനേക്കാളും പൈസ ഇങ്ങോട്ട് വായിച്ച് നമുക്ക് സ്കോളർഷിപ്പ് നമുക്ക് പഠിക്കാം. അതേപോലെ ജോലി കിട്ടി ശമ്പളം വായിച്ച് അതിൽ സുഖമായിട്ട് ജീവിച്ച് ആ പൈസ കൊണ്ട് പഠിക്കാം. വീട്ടുകാരെ ശല്യപ്പെടുത്താതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. അങ്ങനെ നമുക്ക് ഉദ്യോഗം കിട്ടും, പിന്നെ വിദ്യ കിട്ടും, അധികാരം കിട്ടും, സന്തതി കിട്ടും. സന്തതി കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പം മക്കളുണ്ടാവുകയൊന്നുമില്ല. നമ്മളൊരു മാവ് വീട്ടിൻ്റെ മുമ്പേ ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾക്കൊരു മാങ്ങ വേണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും കാച്ച് നിങ്ങൾക്ക് മാങ്ങാപ്പഴം കിട്ടില്ല. അത് സീസണുണ്ട്. ആ സീസണിൽ മാവ് പൂക്കും, കായ്ക്കും. അപ്പോഴും ആവശ്യമുള്ള പറിച്ചോളം തിന്നോളം. അതേപോലെയാണ് നമുക്ക് ഈ മക്കൾ വരെ ഉണ്ടാകാൻ യോഗമുള്ള സമയം. അപ്പൊ ഇനി മക്കളുണ്ടായാൽ പഠിക്കാൻ പോകണ്ടേ, അല്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ വിചാരിച്ച് പല മിടുക്കികളും മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളുണ്ടെങ്കിലേ നമുക്ക് അടുത്ത പരമ്പരയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണം. പരമ്പര എന്ന് പറയുമ്പോൾ നമ്മളെ തടിയും മുടിയും ആരോഗ്യ സൗന്ദര്യമൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങ് നഷ്ടപ്പെടും. പിന്നെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ലവറും ഫ്രണ്ട്സും ഒന്നും കാണില്ല. പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നുമില്ലെങ്കിൽ അനാഥ മന്ദിരത്തിലെങ്കിലും കൊണ്ടാക്കാൻ ഒരാളായി. നാട്ടുകാർക്കൊന്നും ഇതിന് സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് അനാഥ മന്ദിരത്തിലോ ആശ്രമത്തിലോ പോയതുകൊണ്ട് സ്വസ്ഥത കിട്ടുന്നല്ല. അവര് നമ്മളൊന്ന് സ്നേഹമായിട്ട് സ്നേഹിച്ച് മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്, അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന മക്കളും ഇന്ന് ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മക്കൾ വേണം, കുടുംബം വേണം, എല്ലാം വേണം. നമ്മളെ പ്രതീക്ഷകൾ മക്കളാണ്. അപ്പം മക്കള് നമുക്ക് കിട്ടാൻ യോഗമുണ്ട്. സന്തതിയെ കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ആ ജീവിതകാലത്തില് ഇത് മക്കളുണ്ടാകേണ്ടുന്ന പ്രായത്തിൽ നമുക്ക് മക്കൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് വയസ്സായ കാലത്ത് ഈ പൈസകളെല്ലാം കൊണ്ടുവന്ന് ആശുപത്രി കൊടുത്തിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഒട്ടനവധി പേരുണ്ട്. അത് സാധാരണക്കാർ മാത്രമല്ല, ഡോക്ടേഴ്സിന് പോലും മക്കളില്ലാത്ത ആൾക്കാർ ധാരാളമുണ്ട്. അവർക്ക് മെഡിക്കൽ സയൻസിൽ ഇത്രയും മിടുക്കരായിട്ട് മക്കളുണ്ടാകാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് പോലും ആവുന്നില്ല. കാരണം കാലം കഴിയുമ്പോൾ കാലകരണപ്പെടും. അത്ര തന്നെ
അപ്പൊ അതേപോലെ സമ്പത്തുണ്ടാവും, സന്തതി ഉണ്ടാവും, ജോലി ഉണ്ടാവും, ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയിക്കും. കാരണം വേഴൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ഉച്ചം എന്ന് വെച്ചാൽ ശൃംഗസ്ഥിതേ അനുപദോ സദനസ വീരാം ജേതാം ദിഷാം കലുഭവേ പ്രഥമാന തേജോ സദനം. പൈസ കിട്ടും, വീരം കിട്ടും, ഉത്സാഹം കിട്ടും, ജേതാവെന്ന് ചെയ്ത കാര്യത്തിന് പോയാലും ഉന്നത വിജയവും പുരോഗതിയും കിട്ടും. അഭിമാനം, തേജസ്, ഐശ്വര്യ, പൂർത്തി എല്ലാം കിട്ടും. നല്ലത് വരാനുള്ള സാധ്യതയും യോഗവും ഉണ്ട്. ഇതിനൊക്കെ നല്ല ഐശ്വര്യവും നല്ല അഭിവൃദ്ധിയും നല്ല പുരോഗതികളും തീർച്ചയായിട്ടും കിട്ടും. നല്ലത് വരും. വൃശ്ചികക്കൂറുകാർക്കാണെങ്കിൽ ഇപ്പോഴും വൃശ്ചികക്കൂറുകാർ ഉയിരോടെ ഇരിക്കുന്നത് ഭാഗ്യമാണ്. കാരണം പല കോടീശ്വരന്മാരും ഒരു പൈസയും കടമില്ലാതെ കോടികളുടെ ആസ്തിയുള്ളവർ പോലും ആത്മഹത്യ ചെയ്ത കാലഘട്ടമാണ് കഴിഞ്ഞ കൊല്ലം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ വരെ. കാരണം നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് കോടികളുടെ ആസ്തിയുള്ളവർ പോലും സാമ്പത്തിക കുരുക്കല്ല, വേറെ എന്തെങ്കിലും കൊണ്ട് ED, ഇൻകം ടാക്സ് ഇവരെയൊക്കെ ശല്യം കൊണ്ട് മരിച്ചിട്ടുള്ളവരൊക്കെ ഈ വൃശ്ചികക്കൂറിലുള്ളവരാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് വേറെ 8 നിൽക്കുമ്പോൾ നമുക്ക് 8ന്റെ പണി കിട്ടണ സമയമായിരുന്നു. 2026 6 മാസം 2 തീയതി മുതൽ വേറെ 9 വന്ന് 10 വന്ന് 11 3 കൊല്ലം നിങ്ങളെ 0 അല്ല ഹീറോ ആയിട്ട് വരും. 8 വേഴം നിൽക്കുമ്പോഴാണ് 8ന്റെ പണി. വലിയ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും, ജോലി നഷ്ടപ്പെട്ട്, ഭാഗ്യം നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, കുടുംബ ബന്ധങ്ങൾ പോലും നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന തരത്തിൽ സ്നേഹിക്കാനുള്ള ഒരു വിരോധികളായി മാറുന്ന, മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നമ്മൾ അതപ്പതിച്ചു പോകുന്ന സമയമായിരുന്നു. ഇപ്പോഴാ നിങ്ങൾക്ക് നല്ല സമയമാണ്. വേറെ 9 വന്നിട്ടുണ്ട്. 9 വേഴം വരുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദവും. ഗുരുക്കന്മാരും ഈശ്വരന്മാരും ഒക്കെ പ്രസാദിക്കും. ഭാഗ്യസ്യ ധർമ്മസ്യ, ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതെല്ലാം നേടി ജയിക്കും. പൗത്രസൗഖ്യം, പുത്രന്റെ പുത്രനാണ് പൗത്രൻ. നമുക്കും പിള്ളേർക്കൊക്കെ നല്ലത് വരും. നല്ല ഐശ്വര്യത്തോടു കൂടി ഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും ഈ ഭാഗ്യം ഇങ്ങനെ ഉണ്ടാവണം. എല്ലാവർക്കും ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കും. പക്ഷെ ഭാഗ്യം കിട്ടണം എങ്ങനെയാണെന്ന് നിങ്ങൾ ജോലി. കാരണം നമുക്ക് പഠിച്ചിട്ടുള്ള വിദ്യയിൽ ഒരു സാധാരണക്കാരന് 30,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഭാഗ്യമുള്ളവന് 3 ലക്ഷം രൂപ ശമ്പളം. അതാണ് ഭാഗ്യവും നമ്മളെ സാധാരണ കഴിവ് കൊണ്ടുള്ള നേട്ടവും. ഭാഗ്യം കൊണ്ടുള്ള നേട്ടവും രണ്ടും രണ്ടാണ്. രണ്ടുപേരും ഒരേ തരത്തിൽ പഠിച്ചു. ഒരു ഡോക്ടർ എന്ന് തന്നെ വിചാരിക്കത്തില്ല. 30,000 രൂപ മാസം ശമ്പളമുള്ളൂ ഹോസ്പിറ്റലിൽ. മറ്റേ ആളിന് എത്രയുണ്ട്? 3 ലക്ഷം രൂപയുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത്? ഭാഗ്യമുള്ളവർക്ക് നല്ല ജോലി, അധികാരം, പ്രതാപം, കീർത്തി ഇതൊക്കെ കിട്ടും. അപ്പൊ ഈശ്വരനെ ഭജിച്ചാലാണ് ഭാഗ്യം കിട്ടുന്നത്. അത് ഏറ്റവും പ്രധാനം കുടുംബദേവന്മാരാണ്. ധർമ്മദേവത പ്രസാദിക്കൂ കുളിർക്കൂ തറവാടുകൾ. കുടുംബദേവന്മാരെ ഭജിക്കണം. ഭജിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലോ. ഭഗവാനെ ഭജിച്ചിട്ട് ദോഷം വരുമ്പോൾ നമ്മൾ കുഴപ്പമെന്ന് കണ്ട് പലരും ആത്മഹത്യ ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. വരണത് വരട്ട്, എന്തുണ്ടെങ്കിലും നമുക്ക് അനുഭവിക്കാമെന്ന് വിചാരിച്ചിരിക്കാൻ. നമ്മൾ നിരപരാധിയാണെങ്കിലും കുറ്റവാളിയാണെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ലേ. ഈ പോലീസ് സ്റ്റേഷൻ, കേസ്, റിമാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ഒരുത്തിൻ്റെ ജീവിതം, ഒരുത്തിൻ്റെ ജീവിതമൊക്കെ നശിപ്പിക്കാൻ സർക്കാരിനും അധികാരികൾക്കും പോലീസിനും ഒക്കെ പറ്റും. അത് ശരിയാണോ തെറ്റാണോ, അവ നിരപരാധിയാണോ കുറ്റവാളിയാണോ അത് നിരൂപിക്കുന്നത് ആരാണ്? കോടതിയാണ്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചോ. നിങ്ങൾ കുറ്റക്കാരനാണെങ്കിലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. ജാമ്യം കിട്ടാത്ത കേസിനും ജാമ്യം കിട്ടാനും സ്വസ്ഥത കിട്ടാനും ഒക്കെ ഉള്ള യോഗം വരും. നഷ്ടപ്പെട്ടു പോയ പൈസകളും ഭാഗ്യങ്ങളും അധികാരങ്ങളും നമുക്ക് കിട്ടും. ഇങ്ങനെ സീറോയിൽ നിന്ന് നമ്മൾ ഹീറോ ആയിട്ട് വരും, നല്ലതായിട്ട് വരും. അപ്പൊ വൃശ്ചികക്കൂറുകാർക്ക് വേഴമാറ്റം കൊള്ളാം. ശനി നമുക്ക് 5 നിന്ന് 5ലാണ് നിൽക്കുന്നത്, 6ലേക്ക് വരും. അപ്പൊ കുറച്ച് ശത്രുക്കളും കേസുകളും കടങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ശനി 2028 മാർച്ചിലാണ് പൂർണ്ണമായിട്ട് മാറി കിട്ടണത് കേട്ടോ. ശനിയുടെ മാറ്റം 3-4 മാറ്റമുണ്ട്. ചിലവർ എന്നെ കാൾ ചെയ്ത് ചോദിക്കാറുണ്ട്, ശനി എപ്പോഴും മാറും. ശനിക്കെന്ന് പറയുമ്പോൾ ഡിസംബറിൽ ഒരു മാറ്റമുണ്ട്. പിന്നെ 2027 2-ാം മാസത്തിൽ ഒരു മാറ്റമുണ്ട്. 2028 2-ാം മാസത്തിൽ ഒരു മാറ്റമുണ്ട്. ഇതൊക്കെ മാറ്റമുണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റമുണ്ട്. അത് നമുക്ക് ശനിയുടെ മാറ്റവും വേഴത്തിൻ്റെ മാറ്റം പ്രത്യേകം വീഡിയോ ഇടാം. അത് നോക്കുമ്പോൾ പിടികിട്ടും. എന്നാലും വൃശ്ചികക്കൂറുകാർക്ക് ശനി നമുക്ക് 5 നിൽക്കുകയാണ്. അപ്പൊ 5 നിൽക്കുമ്പോൾ എന്തിനാണെന്നറിയാമോ? കുറച്ച് നല്ലതാണ്. കാരണം പല ആചാര്യന്മാരും പറയും 6 നിന്നാൽ ശത്രു രോഗം, 5 നിന്നാൽ സന്താനങ്ങൾക്കാണ് പ്രശ്നം. സന്താനങ്ങളുടെ പ്രശ്നം നമ്മളെ പ്രശ്നം തന്നെ.
എങ്കിലും സന്താനങ്ങളുടെ ജാതകപ്രകാരേണ നല്ല സമയമാണെങ്കിൽ നമ്മളെ ഗ്രഹപ്പഴ കൊണ്ട് അവർക്കൊരു കുഴപ്പവും വരൂല. പിന്നെ നമ്മൾ കൊണ്ട് അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. എന്താണ് പിള്ളേർ പറയും എനിക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം. ഓ വയ്ക്കോ, എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ആ ചെറുക്കിനെ കല്യാണം കഴിക്കണം. ഓ ചെയ്തോ, അല്ലെങ്കിൽ എനിക്ക് ലവർ മതി, ഫ്രണ്ട്സ് മതി, എന്ത് വേണോ ആയിക്കോ, പക്ഷെ മക്കൾ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് ഉപദേശിച്ച അവര് വഴക്കിനും വരൂല, അടിക്കും വരൂല, പ്രശ്നങ്ങളും വരൂല, കാര്യങ്ങൾ എളുപ്പമായി. ഇത് അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക എന്ന അവരുടെ ശത്രുത കാണിക്കുക, അവരെ സഹായിക്കാനോ മനസ്സിലാക്കാനോ ഉപദേശിക്കാനോ താല്പര്യമില്ലാതെ ഉപദ്രവകാരികളായിട്ട് മാറുമ്പോഴാണ് പിള്ളേരെ നമുക്ക് ബാധയായിട്ട് മാറും, കലവിച്ചു പോകുന്നതും മരിച്ചു പോകുന്നതൊക്കെ. അതുകൊണ്ട് പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ ചുമയായിട്ട് സ്നേഹമായിട്ടൊക്കെ പോകണം. പിള്ളേരുടെ ഇഷ്ട താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കപ്പെടാനുള്ള സാമ്പത്തിക കുറവ് ഉണ്ടെങ്കിൽ പോലും എന്ത് വേണമെങ്കിലും ഞാൻ ശരിയാക്കി തരാൻ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ പിള്ളേർ ഇപ്പം നമ്മൾ റെഡിയാക്കി കൊടുക്കും എന്നുള്ള ആ സന്തോഷം കൊണ്ട് പോകും. നമ്മളത് റെഡിയാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പിള്ളേർ എന്നെ വിചാരിക്കും അച്ഛൻ എനിക്ക് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് എൻ്റെ പൈസയൊന്നും കാണൂല, അതുകൊണ്ടായിരിക്കും അച്ഛൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടും ശരിയാക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മളോട് സ്നേഹം കാണിക്കുകയുള്ളൂ, വിരോധം കാണിക്കും. അപ്പൊ ഈ ശനിയുടെ ദോഷത്തിന് സന്താന ഗോപാല മൂർത്തി പൂജ, ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടി ശത്രുസംഹാര പൂജ, ഈശ്വര പൂജ, പിന്നെ നമ്മളെ പ്രവർത്തന രംഗങ്ങളിലും പുരോഗതി നമുക്ക് പൊതുവെ ഒരു അലസത പോലെ തോന്നും. അതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു കൊല്ലം നമ്മൾ മൂദേവിയായിട്ടിരുന്നതല്ലേ. കാരണം എല്ലാം പോയി, പൈസ പോയി, ഭാഗ്യം പോയി, ജോലി പോയി, അവസരം പോയി, അധികാരം പോയി, ഇനി ഒന്നും കിട്ടാതെ എൻ്റെ ജീവിതം പെട്ടെന്ന് അങ്ങ് നിന്നുപോയതുപോലെ ആയിപ്പോയല്ലോ ജോത്സരി, ഇനി എന്തൊരു എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന സമയമാണ്. അപ്പൊ നിങ്ങളൊന്നും കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി മെരുക്കി എടുത്ത് വലിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു പിന്നെ ഒരു യോദ്ധാവിന് അല്ലെങ്കിൽ വലിയ ഒരു കഴിവുള്ള ഒരു ചാമ്പ്യന് അയാൾ 2-3 മത്സരത്തിന് പോയി അയാൾക്ക് പരാജയം വന്നു എന്നുകൊണ്ട് ഇനി ആ ഫീൽഡ് വേണ്ടാന്ന് എത്ര കാലത്തെ പരിശ്രമം വ്യായാമം ചെയ്താണ് അയാൾ ഒരു ഗോതയിലെത്തി ഒരു ചാമ്പ്യനാവണം. അയാൾക്ക് വീണ്ടും അതേപോലെ എന്നെ കൊണ്ട് പ്രവർത്തിച്ചാൽ വീണ്ടും ചാമ്പ്യനാവാൻ പറ്റുമെന്ന് പറയുന്ന തരത്തില് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ആ ഒരു സമയം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് ഹീറോ ആവാനും, ഹീറോ നമ്മൾ സ്റ്റാർ ആവാനും, സ്റ്റാറിൽ നിന്ന് സൂപ്പർ സ്റ്റാർ ആവാനും പറ്റും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ജാതകത്തില് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ എല്ലാം. അത് ജാതകത്തിൽ ചിലവർക്ക് സമയദോഷങ്ങള്, ജനിക്കുമ്പോഴേ ഭാഗ്യമില്ലായ്മ, സർപ്പദോഷങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ വേഴം മാറിയാലും ശനി മാറിയാലും ഒരു ഗുണവും കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അത് അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ഇവരുടെ ജാതകത്തിൽ എന്താണ് ദോഷം അത് മനസ്സിലാക്കിയിട്ട് അതിന് അവര് തന്നെത്താനെ വേണമെങ്കിലും ജപവും തപവും അമ്പലം പള്ളി ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചാൽ മാറും. ഇത് അവരും ചെയ്യൂല, അവർക്ക് വേണ്ടി നമ്മളും ചെയ്യൂല. ഇങ്ങനെ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അത് പരിഹരിച്ചു പോയാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും. ജാതകം പരിശോധിക്കാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. പിന്നെ കാലഭൈരവനെ ഭരിച്ചാൽ നല്ലതാണ്. കാരണം കാലഭൈരവൻ എന്ന് പറയുന്നത് ദേവൻ. ഭാരതത്തിൽ ധാരാളം പ്രതിഷ്ഠകളുണ്ടെങ്കിലും നമ്മുടെ കാലഭൈരവം വലുതെന്ന് പറയാൻ കാരണം 10 കൈകളുള്ള പ്രതിഷ്ഠ കേരളത്തിലില്ല. കേരളത്തിൽ വേറെ ഒന്നല്ല, ഭാരതത്തിലും വേറെയില്ല. ഒറ്റ കല്ലിലുണ്ടാക്കിയ താന്ത്രികം, മാന്ത്രികം, കൗളവം ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. തന്ത്രി വന്ന് ചെയ്യുന്നത്, മന്ത്രവാദം ചെയ്തത്, മന്ത്രവാദവും തന്ത്രവും അറിയാൻ പറ്റാത്ത സാധാരണക്കാർ വന്ന് ചെയ്യുന്ന പൂജയുടെ പുണ്യം. 64 കലകളുണ്ട് നമ്മളെ മന്ത്രാദികളിൽ. നൃത്തവാദ്യാദികളിലൊക്കെ 64 പ്രധാന കലകളുണ്ട്. അതേപോലെ ശിവസഹസ്രനാമത്തിൽ പറയുന്ന സഹസ്രനാമങ്ങൾ ഉൾക്കൊള്ളുന്ന ധ്യാന മൂല മന്ത്രങ്ങളുടെ പ്രതിഷ്ഠ, ഇതൊക്കെ ഉള്ള ഒരു പ്രതിഷ്ഠ ഈ ലോകത്തെ കാണൂല. ഞങ്ങൾ മാന്ത്രികന്മാരും താന്ത്രികന്മാരും പൂജാരിമാരും ഒക്കെ ആയതുകൊണ്ടാവാം ഇങ്ങനെയുള്ളൊരു പ്രതിഷ്ഠ വച്ചിട്ടുള്ളത്. അപ്പൊ ആ ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും, നല്ലത് വരും. പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.